ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിലെ ബാറ്റിംഗിലെ മെല്ലെപ്പോക്ക് കടുത്ത വിമർശനങ്ങൾക്ക് കാരണമായെങ്കിലും IPLനിടെ വിരമിക്കാൻ പദ്ധതിയില്ലെന്ന പ്രഖ്യാപനവുമായി മഹേന്ദ്ര സിംഗ് ധോനി ഒറ്റ വർഷത്തെ കാര്യം മാത്രം പ്ലാൻ ചെയ്താണ് ഈ ഘട്ടത്തിൽ മുന്നോട്ടു പോകുന്നത്. ഈ വർഷം ജൂലൈയിൽ 44 വയസ്സ് തികയും. അതിനുശേഷവും കളത്തിൽ തുടരണോ എന്ന കാര്യം ശരീരം നൽകുന്ന സൂചനകൾ കൂടി അനുസരിച്ചായിരിക്കുമെന്ന് ധോനി വ്യക്തമാക്കി. രാജ് ശമാനിയുമായുള്ള പോഡ്കാസ്റ്റിലാണ് ധോനി നിലപാട് വ്യക്തമാക്കിയത്. എന്തായാലും ഇപ്പോൾ വിരമിക്കുന്നില്ല. ഞാൻ ഇപ്പോഴും IPLൽ തുടരുകയല്ലേ. ഏറ്റവും ലളിതമായ രീതിയിലാണ് ഞാൻ എൻ്റെ കരിയറിനെ കാണുന്നത്. ഒരു സമയത്ത് ഒരു വർഷത്തെ കാര്യത്തിൽ മാത്രമാണ് ശ്രദ്ധ. ഇപ്പോൾ എനിക്ക് 43 വയസ്സുണ്ട്. ഈ ജൂലൈ കഴിയുമ്പോഴേക്കും 44 വയസ്സ് പിന്നിടും. ഒരു വർഷം കൂടി IPLൽ തുടരണോ എന്ന് തീരുമാനിക്കാൻ അത് കഴിഞ്ഞും 8 മുതൽ 10 മാസം വരെ കിട്ടും, ധോനി പറഞ്ഞു. സത്യത്തിൽ കളത്തിൽ തുടരണോ എന്ന് തീരുമാനിക്കുന്നത് ഞാനല്ല. എന്നെ കൊണ്ട് കളി തുടരാനാകുമോ ഇല്ലയോ എന്ന് സൂചന നൽകേണ്ടത് എൻ്റെ ശരീരമാണ്. നിലവിൽ ഒരു വർഷം മാത്രമാണ് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ എന്താണ് ചെയ്യാനാകുക എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ നോക്കുന്നത്. അടുത്ത വർഷത്തെ കാര്യം തീരുമാനിക്കാൻ 8 മുതൽ 10 മാസം വരെ കിട്ടുമല്ലോ, ധോനി പറഞ്ഞു. ഡൽഹി ക്യാപിറ്റൽസിനെതിരായ IPL പോരാട്ടത്തിൽ ജയിക്കാൻ സാധിക്കുമായിരുന്ന മത്സരം തോറ്റതിൽ വിജയ് ശങ്കറിനൊപ്പം ധോനിയുടെ ബാറ്റിംഗും കാരണമായതായി വിമർശനമുണ്ടായിരുന്നു. 11ാം ഓവറിലെ 14ാം പന്തിൽ രവീന്ദ്ര ജഡേജ പുറത്തായതോടെയാണ് ധോനി ക്രീസിലെത്തിയത്. IPL 2023 സീസൺ മുതൽ കണക്കാക്കിയാൽ ധോനി ഏറ്റവും നേരത്തെ ബാറ്റിംഗിനെത്തിയ മത്സരം കൂടിയായിരുന്നു ഇത്. ധോനി ക്രീസിലെത്തുന്ന സമയം 56 പന്തിൽ വിജയത്തിലേക്ക് വേണ്ടിയിരുന്നത് 105 റൺസാണ്. ഈ 56 പന്തുകൾ വിക്കറ്റ് നഷ്ടം കൂടാതെ നേരിട്ട ധോനി വിജയ് ശങ്കർ സഖ്യത്തിന് നേടാനായത് വെറും 88 റൺസ് മാത്രം. മത്സരത്തിൽ 43 പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച വിജയ് ശങ്കർ താരത്തിന്റെ ഏറ്റവും മന്ദഗതിയുള്ള അർദ്ധ സെഞ്ചുറിയാണ് ഡൽഹിക്കെതിരെ കുറിച്ചത്. മറുവശത്ത് ഇന്നിംഗ്സിൽ നേരിട്ട 19ാം പന്തിലാണ് ധോനി ആദ്യ ബൗണ്ടറി നേടാനായത്. ഈ സീസണിൽ ആദ്യ ബൗണ്ടറിക്കായി കൂടുതൽ പന്തുകൾ നേരിട്ട താരമെന്ന നാണക്കേടും ധോനിയുടെ പേരിലായിരുന്നു.